ഓക്കെ, എല്ലാവരും മറ്റൊരു ഡൗട്ടാണ് സിംഗപ്പൂർ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റ് ഉള്ളവർക്ക് എങ്ങനെ ജുവൽ കാണാമെന്നുള്ളത്. ജുവൽ എന്ന് പറയുന്നൊരു മാൻമെയ്ഡ് വാട്ടർഫോളാണ്. അത് പബ്ലിക് ഏരിയയാണ്. അത് ശരിക്കും പറഞ്ഞാൽ സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ പുറത്താണ്. പക്ഷേ ട്രാൻസിസ്റ്റ് വരുന്നവർക്ക് ജുവൽ കാണാനായിട്ട് ഒരു വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇത് വരുന്നത് ബി ഗേറ്റിൻ്റെ അവിടെയാണ്, ടെർമിനൽ 3B. ഇപ്പോൾ കണ്ടോ, അവിടെ കണ്ടോ B5, B4, B1, B4 ഒക്കെ ബി ഗേറ്റിൻ്റെ അവിടെ ആയിട്ടാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന ടെർമിനൽ 3യിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ടെർമിനൽ 3യിലാണ്. ടെർമിനൽ 3യിൽ നിന്ന് സ്കൈ ട്രെയിൻ T2ലോട്ട്, ടെർമിനൽ 2ലോട്ട് സ്കൈ ട്രെയിൻ ഉണ്ട്. ആ സ്കൈ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ജുവൽ കാണാം. ഞാൻ എൻ്റെ മാപ്പ് കാണിച്ചുതരാം. മാപ്പ് കാണിച്ചുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതാണ് സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ കംപ്ലീറ്റ്ലി ഒരു മാപ്പ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിയിലാണ്. ഓക്കെ, ഇവിടെ നിന്നൊരു സ്കൈ ട്രെയിൻ ഉണ്ട്, 2 സ്കൈ ട്രെയിൻ ഉണ്ട്. ഓക്കെ, കണ്ടോ, ടെർമിനൽ 1ലോട്ട് സ്കൈ ട്രെയിൻ ഉണ്ട്, ടെർമിനൽ 2ലോട്ട് സ്കൈ ട്രെയിൻ ഉണ്ട്. നമ്മൾ ടെർമിനൽ 2ൻ്റെ സ്കൈ ട്രെയിൻ കയറണം. ഓക്കെ, അപ്പോൾ ഇത് കയറി കഴിഞ്ഞാൽ ഇതാണ്, ഇത് ജുവലാണ്. നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ട്രെയിൻ കയറി ഇവിടെ നിന്ന് എത്തി, ഇവിടെ എത്തി കഴിഞ്ഞാൽ നമുക്ക് ജുവൽ കാണാൻ പറ്റും. ഇവിടെ ഇതിനകത്ത് തന്നെ തിരിച്ചു പോരാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ട്രെയിൻ വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നെക്സ്റ്റ് ടൈം വരാനായിട്ട് ഇനിയൊരു, അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ടെർമിനൽ 2ലോട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് എല്ലാ 8 മിനിറ്റിലും സ്കൈ ട്രെയിൻ ഉണ്ട്. ഓക്കെ, തിരക്കായിരിക്കും, കുറച്ച് തിരക്കുണ്ടാവും, കാരണം ഇത്രയും ആൾക്കാർ ആ സ്കൈ ട്രെയിനിൽ കയറാൻ നിൽക്കുന്നതാണ്. ഇനിയൊരു 6 മിനിറ്റും കൂടി ഉണ്ട്. കണ്ടോ, ഇത് കണ്ടോ, ഇത് സ്കൈ ട്രെയിൻ ടെർമിനൽ 1ലോട്ടുള്ളത്. അതിൽ പോരുത്, നമുക്ക് പോകേണ്ടത് ടെർമിനൽ 2ലോട്ടുള്ള സ്കൈ ട്രെയിനിലാണ്. ലൊക്കേഷൻ മനസ്സിലായില്ലേ? ഇനിയൊരു 6 മിനിറ്റും കൂടി ഉണ്ട് ട്രെയിൻ വരാനായിട്ട്. ടെർമിനൽ 1ലെ സ്കൈ ട്രെയിൻ ഇപ്പോൾ പോയി. ഇവിടെ നിന്നിട്ട് കയറാം. നമ്മളിവിടെ വന്ന് വെയിറ്റ് ചെയ്യുക. കണ്ടോ, ടെർമിനൽ 3യിൽ നിന്ന് ടെർമിനൽ 2ലോട്ട് പോകുന്ന സ്കൈ ട്രെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, നമുക്ക് കയറാം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ട്രെയിനിൽ കയറി കഴിയുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കണം. റൈറ്റ് സൈഡിൽ നിന്നാൽ മാത്രമേ ജുവൽ കാണാൻ പറ്റുള്ളൂ. ഇതൊരു ഓട്ടോമാറ്റിക് ട്രെയിനാണ്, ഓട്ടോമാറ്റിക് ഡ്രൈവ് ആവുന്ന ട്രെയിനാണ്. കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ നമ്മൾ കയറിയതിന് ശേഷം ഈ സൈഡിലായിട്ട്, ഈ സൈഡിലാണ് ജുവൽ, കാരണം പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് ജുവൽ വരുന്നത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഈ ട്രെയിനിൽ കയറിയല്ലോ, തിരിച്ച് നമ്മൾ ഏത് സ്റ്റോപ്പിലെത്തുമ്പോൾ ഇറങ്ങരുത്. അവിടെ തന്നെ സ്റ്റാൻഡ് ചെയ്യുക. തിരിച്ച് വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി അടുത്ത് ജോലി കാണാൻ പറ്റുള്ളൂ. ഇതാ കാണുന്ന ഡോം കണ്ടോ, സിംഗപ്പൂരാണ് കേട്ടത്. എയർപോർട്ടിന് പുറത്തായിട്ടാണത് ജോലി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം എത്തും കേട്ടോ, കണ്ടോ എൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ, ഇപ്പം എത്തും. അയ്യോ, ജുവല് വർക്കിംഗ് അല്ല. ഇതായിരുന്നു ജുവല്. എന്താ സംഭവം എന്നറിയില്ല, ജുവൽ ഇന്ന് വർക്കിംഗ് അല്ല. വെള്ളം കുറച്ച് ഇടുന്നുള്ളൂ. എന്ത് പരിപാടി അത്?
പക്ഷെ ഇങ്ങനെയാണ് ജോലി കാണുക. എന്താ പറ്റിയെന്നറിയില്ല, ജോലി വർക്കിംഗ് അല്ല കേട്ടോ. സാധാരണ വർക്കിംഗ്. മറ്റേത് എന്താ സംഭവം എന്നറിയോ, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഏകദേശം രാവിലെ 9:50 രാവിലെ 10 മണി തൊട്ട് രാത്രി 10 മണി വരെ അത്ര ജോലി ഓപ്പൺ ആവുള്ളൂ. ആ വാട്ടർ ഫൗണ്ടൻ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ജോലി കാണാൻ പറ്റാത്തത്. ഞാനപ്പോൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു 10 മണിയോടുകൂടി ട്രെയിനിൽ പിന്നെയും തിരിച്ച് കയറിയിട്ടുണ്ട്. ജോലി കാണാൻ പറ്റും നോക്കാം. ഇതൊരു പുതിയ അറിവായിരുന്നു. കാരണം ഞാൻ രാവിലെ വരുമ്പോൾ മിക്കപ്പോഴും 10 മണിക്ക് ശേഷം വരാറ്. അപ്പോൾ അതുകൊണ്ടാണ് ജോലി കാണാൻ പറ്റിയിട്ടുള്ളത്. രാവിലെ 10 മണി തൊട്ട് രാത്രി 10 മണി വരെ മാത്രമേ ആ വാട്ടർ ഫൗണ്ടൻ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. ആ കാണുന്ന ഡോമാണ്, ഇതാണ് ജുവൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അതൊരു ഷോപ്പിംഗ് മാള്, ഒരു പാർക്ക്, പബ്ലിക് ഏരിയ ആണ്. അതാണ് ടെർമിനൽ 1, ഇതാണ് ടെർമിനൽ 3. ഇതിനിടയ്ക്ക് സിംഗപ്പൂർ പുറത്തായിട്ട്, അതായത് എയർപോർട്ടിന് പുറത്തായിട്ട് ടെർമിനലോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ് ജുവൽ 1. ട്രാൻസിസ്റ്റാർക്ക് ജുവലോട്ട് പോകാൻ പറ്റില്ല. കാരണം സിംഗപ്പൂർ വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങിയതിന് ശേഷം ജുവലോട്ട് പോകാം. ജുവലോട്ട് കയറുന്ന കാഴ്ച എനിക്ക് കാണുന്നത് കണ്ടോ. നോക്കിക്കോട്ടെ, ജൂലൈ 10 ഷോപ്പിംഗ് മാളാണ് ഞാൻ പറഞ്ഞില്ലേ. അതാ ജൂലൈ വർക്കിംഗ് ആണോ. കണ്ടോ, നമ്മൾ വെള്ളമില്ലാത്തതും വെള്ളമുള്ളതായിട്ടുള്ള 2 സംഭവങ്ങൾ കണ്ടു. നേരത്തെ വന്നപ്പോൾ നമ്മൾ വെള്ളം ഇല്ലാത്തതാണ് കണ്ടത്. ഇപ്പോൾ വെള്ളമുള്ള ജോലി കണ്ടു കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാല്ലേ?